എല്ലാവർക്കും M4 പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 പരീക്ഷണങ്ങളായിരുന്നു, അഥവാ സയൻസ് പരീക്ഷണങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണമാണ്. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവുകയാണ്. നിങ്ങൾക്കറിയാം, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ക്ലാസ്സുകൾ മുതൽ വലിയ ഉന്നത പഠനശാലകളിൽ വരെ ലാബുകളിലൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലൊരു ചെറിയ പരീക്ഷണം നമ്മുടെ ചെറിയ രൂപത്തിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പരീക്ഷണത്തിൻ്റെ മെയിൻ ഘടകമായ സൾഫ്യൂരിക് ആസിഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും കൃത്യമായി ആസിഡുകളെക്കുറിച്ച് അറിയാം. സ്കൂളുകളിൽ രസതന്ത്ര അധ്യാപകർ കൃത്യമായിട്ടും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ അപകടം പിടിച്ച ഒരു പരീക്ഷണമാണ്. ആരും തന്നെ അനുകരിക്കരുത്. അപ്പോൾ ഞാനിവിടെ 2 സ്പോഞ്ച് എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയതാണ്. അതിലേക്ക് ഞാൻ ആസിഡ് ഒഴിച്ചു. അപ്പോൾ അലിഞ്ഞ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ഉൽപ്പന്നം ഏത് രീതിയിലാണോ ആ സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ അത് ആസിഡ് ഒഴിച്ചതോടുകൂടി ആ സ്പോഞ്ച് ഘടന തന്നെ മാറി ഉൽപ്പന്നം മറ്റൊരു രീതിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന അതേ രീതിയിൽ വെറും ആസിഡുമായി അലിഞ്ഞ് ചേർന്നിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനമാണ് നമ്മളിവിടെ കാണുന്നത്. വെറും വെള്ളം, ഒന്നും തന്നെ കാണുന്നില്ല. ഒരു ഖരപദാർത്ഥം പോലും, സ്പോഞ്ചിൻ്റെ ഒരവശിഷ്ടം പോലും ബാക്കി വെക്കാതെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ മറ്റൊരു പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് 1/3 ഭാഗം സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ടിഷ്യൂ പേപ്പർ എന്ന് വിളിക്കുന്ന കൈ തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേപ്പർ നമ്മളിതാ ഈ കാണുന്ന രൂപത്തിൽ, ഇതിൻ്റെ കുറഞ്ഞ ഭാഗം ഞാൻ എടുത്ത് ഈ രൂപത്തിൽ ഗ്ലാസ്സിൽ കടക്കാവുന്ന തരത്തിൽ ഞാൻ ചുരുട്ടി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തനം സ്വാഭാവികമായും ആസിഡുമായിട്ടുള്ള പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുക വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കാർബണാണ് ഏതൊരു പ്രവർത്തനത്തിൻ്റെയും ലോകത്ത് നടക്കുന്ന ഒട്ടുമിക്ക പ്രവർത്തനങ്ങളുടെയും ആകെ തുക കാർബണാണ് പുറപ്പെടുവിക്കാറ്. അതേ ഒരവസ്ഥ ഇവിടെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ, എന്ന് പറഞ്ഞാൽ ആ ടിഷ്യൂ പേപ്പർ കാണാനില്ല. അപ്പോൾ ആസിഡുമായിട്ട് നല്ലൊരു പ്രവർത്തനം തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു. ഒരു വല്ലാത്തൊരു കളേഴ്സിലേക്ക് ഈ ഒരു പേപ്പർ കടന്നിരിക്കുകയാണ്. ആ പേപ്പർ തന്നെ കാണാനില്ല. വീണ്ടും ഞാൻ മറ്റ് കുറച്ച് ടിഷ്യൂ പേപ്പർ കൂടി ഞാൻ ചുരുട്ടിയെടുത്ത് ഇതിലേക്ക് കടത്തി വിട്ടിരിക്കുകയാണ്. വീണ്ടും അതേ പ്രവർത്തനം തന്നെ, നേരത്തെ നടന്ന അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലീനക്സ് അഥവാ ടിഷ്യൂ പേപ്പർ അലിഞ്ഞ് ഇല്ലാതായിരിക്കുകയാണ്. വേറെ രൂപത്തിലേക്ക് ആസിഡുമായി പ്രവർത്തിച്ച് വേറൊരു രൂപത്തിലേക്ക് തന്നെ ഭാവമാറ്റം സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ ആരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. നല്ല മുൻകരുതലുകൾ ഇതിനാവശ്യമാണ്. ആസിഡ് എന്ന് പറഞ്ഞാൽ പൊള്ളും. അതേപോലെ തന്നെ ആസിഡ് പല ക്രിമിനൽ എന്താ പറയുക കേസുകളിലും പ്രധാന പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇത് ഉപയോഗിക്കരുത്. ഉപയോഗിക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഞാൻ ഇതിൻ്റെ ഓരോ ഭാഗവും പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്കൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക്
മാറ്റാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളും സ്കൂളുകളിലും കോളേജുകളിലും ലാബുകളിൽ വെച്ചൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകും. എല്ലാവർക്കും വിവിധ ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ രൂപം നമ്മൾ ഒരു ചമ്മന്തി രൂപത്തിലാണ് എനിക്ക് തോന്നുന്നത്. കളേഴ്സ് വലിയ വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അല്പം പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള അതേ ഗ്ലാസ് ഉപയോഗിച്ച് കൊണ്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അതിലേക്ക് ഞാൻ പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കും. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഗ്ലാസിൻ്റെ പകുതിയോളം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാൻ പോകുന്നതാണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആസിഡുകളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഞാൻ അല്പം ഒഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു പ്രതിപ്രവർത്തനമാണ് പഞ്ചസാരയും സൾഫ്യൂരിക് ആസിഡും. നിങ്ങൾ കാണാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ വേഗത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം. അടിയിലോട്ട് നമ്മുടെ ആസിഡ് എത്താത്തത് കൊണ്ടാണ് ആ ഒരു കളേഴ്സ് അവിടെ ബാക്കി നിൽക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ലാബുകളിൽ ഇതിൻ്റെ ഇതിൻ്റേതായ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ്, ഫണലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പരീക്ഷ നടത്തുന്നത്. നമ്മൾ വീട്ടിലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര എന്നൊരു സംഭവം തന്നെ അവിടെ ഇല്ല. വളരെ വേഗത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പഞ്ചസാരയും സൾഫ്യൂരിക് ആസിഡുമായിട്ട് വളരെ വേഗത്തിൽ പ്രവർത്തനം നടത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വാഭാവികമായി കാർബൺ പുറത്ത് വിടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് കരിയായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഉൽപ്പന്നം. വളരെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ചൂട് തന്നെ ഗ്ലാസ് സ്വാഭാവികമായിട്ട് ചൂടാവും. നല്ല ഉറപ്പ് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിക്കാൻ കഴിയുന്നില്ല, ആ ഗ്ലാസ് തൊടാൻ കഴിയില്ല. നമ്മളെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെ ചൂടാവുന്നുണ്ട്. ഒരു പ്രത്യേകത കരിക്കട്ട, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ പുറത്ത് വരുന്നത്. ശരിക്കും ഒരു നല്ല ഫണലൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ശരിക്കും PVC പൈപ്പ് മോഡൽ വളഞ്ഞു പുളഞ്ഞൊക്കെ നമ്മുടെ ഉൽപ്പന്നം പുറത്തേക്ക് ചാടും. പിന്നെ ഒന്നാമത്തെ അടിയിലോട്ട് നമ്മളെ സൾഫ്യൂരിക് ആസിഡ് എത്തിയിട്ടില്ല എന്നുള്ളത് ആണ് വളരെ പ്രധാനം. അവിടെ ബാക്കി കിടപ്പുണ്ട്. ഇതുമായിട്ട് പ്രവർത്തനം നടത്താത്ത പഞ്ചസാര ബാക്കി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചിട്ടുള്ള 3 പരീക്ഷണങ്ങളാണ്, എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന. ഇതിൻ്റെ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകും. ചില ആളുകൾക്ക് ഇതെന്താണ് സൾഫ്യൂരിക് ആസിഡ്, നമ്മൾ കേട്ടിട്ടുള്ളവരുണ്ടാകാം, കണ്ടിട്ടുള്ളവരുണ്ടാകാം, പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളവരുണ്ടാകാം. എന്തായാലും കാണാത്തവർക്കായി, പരീക്ഷണങ്ങൾ കേട്ടവർക്കായിട്ടാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പരീക്ഷണം കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഒരു പുതിയ പരീക്ഷണങ്ങളുമായിട്ട് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ 2 എപ്പിസോഡുകൾക്ക് നല്ല അഭിപ്രായങ്ങളാണ് നിങ്ങളെല്ലാവരും തന്നെ അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി. എന്നാൽ ഞാനിടുന്ന വീഡിയോകളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ജയ് ഹിന്ദ്, ജയ് ഭാരത്.